13 ദിവസത്തെ പൊന്നാനി കണ്ടൂറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടികയറി. മാർച്ച് 15 മുതൽ 27 വരെയാണ് ആഘോഷങ്ങൾ. ഞായറാഴ്ച വൈകിട്ട് 4:30 ഊരാളൻ വെളിച്ചപ്പാടിന് കൂറ കൈമാറി കൊടി ഉയർത്തിയതോടെ ഉത്സവത്തിന് തുടക്കമായി. ഉത്സവ ദിവസങ്ങളിൽ ഈശ്വരമംഗലം, എഴുപത്തിരുത്തി, നരിപ്പറമ്പ്, എരിക്കമണ്ണ, ചെറുവായ്ക്കര, നെയ്തല്ലൂർ, പുഴമ്പുറം, തെക്കുംപുറം, പോത്തന്നൂർ, കോട്ടത്തറ എന്നീ ദേശക്കാരുടെ കൂത്തുകളും കലാപരിപാടികളും നടക്കും. മാർച്ച് 27 നാട്ടുതാലപ്പൊലിയോടെ ഉത്സവം സമാപിക്കും. ആദ്യ കൂത്തുത്സവത്തിൽ ക്ഷേത്രത്തിൽ ഈശ്വരമംഗലം ദേശക്കൂത്ത് മഹോത്സവം ആഘോഷിച്ചു. പ്രത്യേക പൂജകൾക്ക് പുറമെ രാവിലെ 8 കല്ലടത്തൂരിലെ ധനലക്ഷ്മി തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും തുടർന്ന് കല്ലൂർ AK നാരായണൻ നായരുടെ ഭക്തി പ്രഭാഷണവും നടന്നു. കൂടാതെ ശുഗപുരം വാദ്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം ഫാൻസി വെടിക്കെട്ടുണ്ടായി. തുടർന്ന് കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. 9:30 കളംപൂജ, കളംപാട്ട്, കളപ്രദക്ഷിണം എന്നിവയും 10:30 മുതൽ രാമസ്വാമി പുലവരും സംഘവും അവതരിപ്പിക്കുന്ന പാവക്കൂത്തുമുണ്ടായി. 10 ദേശക്കൂത്ത് എല്ലാ ദിവസവും ഓരോ വിവിധ കലാപരിപാടികളോട് കൂടിയിട്ട് അതിവിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. കൂടാതെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കാനുണ്ട്. നമുക്ക് നമ്മളുടെ വടക്ക് ഭാഗത്ത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു കൂട്ടുപുര നമ്മളുടെ ബെൻസി നാസർ ബോസിൻ്റെ വകയായി ഒരുവിധം അതിൻ്റെ പണി മുഴുമിച്ചിട്ടുണ്ട്. 90% പണി മുഴുമിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. കഴിഞ്ഞു അദ്ദേഹം വളരെയധികം ശ്രമിച്ചു ഈ പൂരത്തോടനുബന്ധിച്ചിട്ട് തന്നെ മുഴുവൻ തീർക്കാൻ വേണ്ടി. പക്ഷേ അത് മുഴുവനാക്കാനും ഇതെല്ലാം സാധിച്ചില്ലെങ്കിലും ഇത്രയധികം അവരുടെ പ്രവർത്തകരുടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളുടെയും പ്രസ് വർക്കിൻ്റെ വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയെങ്കിലും ആക്കാൻ കഴിഞ്ഞത്. ഈ പ്രതിഷ്ഠാദിനം ജൂൺ മാസത്തിൽ വരുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ചിട്ട് ബാക്കിയുള്ള വർക്കും കംപ്ലീറ്റ് തീർക്കുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഏതായാലും ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ഷെഡ് 800 ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വിധത്തിലുള്ള ഒരു ഷെഡാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാണിപ്പയ്യൂരിൻ്റെ ഈ പ്ലാൻ പ്രകാരമാണ് ഇവിടെ കുറ്റിയടി ചിക്കലും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ നമ്മളുടെ താലപ്പൊലിയുടെ കാര്യം പറയുകയാണെങ്കിൽ താലപ്പൊലി എല്ലാ കാലത്തേക്കാളും അപേക്ഷിച്ച് വളരെ വിപുലമായിട്ട് തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രത്യേകം എല്ലാ ദേശക്കാരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ചൈനീസ് വെടിക്കെട്ട് മാത്രം, ചൈനീസ് ഫാൻസി ലൈറ്റുകൾ വെടിക്കെട്ട് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് CIയുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുപോലെ അത് ദയവായി എല്ലാ ദേശക്കാരും എല്ലാ ദേശ കമ്മിറ്റി ഭാരവാഹികളും പാലിക്കേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.